അസ്സലാമു വറഹ്മത്തുള്ളാഹി. അങ്ങനെ നമ്മൾക്ക് കാത്തിരിക്കുന്ന പരിശുദ്ധമായ റമദാൻ മാസം നമ്മുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. ഇന്ന് ഷാബാൻ 28 ഒന്നുകിൽ ഞായറാഴ്ച റമദാൻ ഒന്നായിരിക്കും, അതല്ലെങ്കിൽ തിങ്കളാഴ്ച എന്തായാലും റമദാൻ ഒന്നായിരിക്കും. അള്ളാഹു നമ്മളെയൊക്കെ റമദാനിലേക്ക് എത്തിക്കട്ടെ. റമദാൻ എന്ന് പറയുന്നത് വല്ലാത്തൊരു ഭാഗ്യം തന്നെയാണ്. അള്ളാഹു നമുക്ക് നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞത് മാതാ ലിൽ മുസ്ലിമീന ഷഹ്റുൻ ഖൈറും മിൻ റമദാൻ. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭിക്കുന്ന ഏറ്റവും ഖൈറായ മാസമാണ് റമദാൻ എന്നുള്ളത്. അതേപോലെ തന്നെയാണ് മുനാഫിഖീങ്ങൾക്ക്, കപടവിശ്വാസികൾക്ക്, മനസ്സിൽ ഈമാനില്ലാത്തവർക്ക്, വിശ്വാസമില്ലാത്തവർക്ക് അവർക്ക് ഏറ്റവും ഷർറായ മാസവുമായിരിക്കും റമദാൻ എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഏതായാലും റമദാൻ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത് നമ്മുടെ വിജയത്തിന് വേണ്ടിയാണ്, നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര വലാ യുരീദു ബിക്കുമുൽ ഉസ്ര. നോമ്പിനെ കുറിച്ച് അള്ളാഹ് പറഞ്ഞത്, നോമ്പ് നിങ്ങൾക്ക് ആശ്വാസമാണ്, നിങ്ങൾക്ക് സമാധാനമാണ്, നിങ്ങൾക്ക് രക്ഷയാണ്. അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാവണമെന്നാണ്, നിങ്ങൾക്കൊരു ആശ്വാസം ലഭിക്കണമെന്നാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ നിങ്ങളെ ബുദ്ധിമുട്ടിലാക്കാനല്ല അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്ന് അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റമദാനിനെ കുറിച്ച് ഷഅബാന്റെ അവസാനത്തെ സ്വഹാബത്തിനോട് പറയാറുണ്ടായിരുന്നത്, കത് അദല്ലക്കും ഷഹ്റുൻ അലീം, ഒരു മഹത്തായ മാസത്തിന്റെ തണൽ നിങ്ങളിലേക്ക് ഇതാ കടന്നു വരുന്നു എന്നുള്ളതാണ്. റമദാനിനെ കുറിച്ച് മുത്തനബി പറഞ്ഞത്, റമദാന്റെ വരവിനെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ട് പറഞ്ഞത്, റമദാൻ എന്ന് പറയുന്ന തണൽ നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നാണ്. റമദാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തണലാണ്. അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള വലിയൊരു തണൽ. ഇക്കഴിഞ്ഞ 11 മാസക്കാലത്തോളം തോന്നിയതുപോലെ ജീവിച്ച, അതല്ലെങ്കിൽ വല്ലാതെ ശ്രദ്ധിക്കാതെ ജീവിച്ച, തെറ്റ് കുറ്റങ്ങളിൽ മുഴുകി ജീവിച്ച നമുക്ക് അതിൽ നിന്നൊക്കെ ഒന്ന് മുക്തരായി ആത്മീയതയുടെ തണൽ അനുഭവിക്കാൻ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള പവിത്രമായ മാസം. എല്ലാ നിലക്കും നോമ്പ് വലിയൊരു അനുഗ്രഹമാണ്. ഒന്ന്, റമദാനിനെ കുറിച്ച് തന്നെ നമുക്കറിയാലോ, റമദാൻ ആകുമ്പോൾ പിശാചിനെ അള്ളാഹു ബന്ധിക്കും. അതുകൊണ്ട് തന്നെ പിശാചിന്റെ ഭാഗത്തു നിന്നുള്ള ദുർബോധനം നമുക്കുണ്ടാവില്ല. അള്ളാഹുവിന്റെ റഹ്മത്ത് ഭൂമിയിലേക്ക് ഇറങ്ങുന്നു, മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് നന്മകൾ ചെയ്യാൻ കൂടുതൽ നമുക്ക് താല്പര്യം ഉണ്ടാവും. സ്വാഭാവികമല്ല, നമുക്കത് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. റമദാൻ എത്തുമ്പോൾ എന്തായാലും എല്ലാ മനുഷ്യരും അതുവരെ ജീവിച്ചതുപോലെയാവില്ല. എന്തായാലും റമദാൻ എത്തുമ്പോൾ ജീവിക്കുക. എല്ലാവരിലും അല്പമെങ്കിലും വിശ്വാസമുള്ള എല്ലാവരിലും ചെറിയൊരു മാറ്റമെങ്കിലും ഉണ്ടാകും റമദാൻ എത്തിക്കഴിയുമ്പോൾ. റമദാൻ എത്തുമ്പോൾ അതുവരെ ഖുർആൻ തുറന്നു നോക്കാത്തവരൊന്ന് ഖുർആൻ തുറന്നു നോക്കും. ചിലപ്പോൾ അത്രയും കാലം സ്വതക്കുകൾ മറ്റൊന്നും ചെയ്യാത്തവരും ചെറുതായി എന്തെങ്കിലുമൊക്കെ ഒന്ന് സ്വതക്ക് ചെയ്യാനൊക്കെ ശ്രമിക്കും. അപ്പോൾ റമദാൻ എന്ന് പറയുന്നതിൽ വലിയൊരു പ്രത്യേകതയുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. അത്രയും കാലം പള്ളിയിൽ കയറാത്ത ആളുകളും ചിലപ്പോൾ റമദാൻ ആകുമ്പോൾ പള്ളിയിൽ കയറും. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം റമദാനിന് എന്തൊക്കെയോ പവറുണ്ട്, റമദാനിന് വലിയ മഹത്വമുണ്ട് എന്ന്. നമ്മൾക്ക് അള്ളാഹു ആ റമദാന്റെ മഹത്വമൊക്കെ കരസ്ഥമാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. ഏതായാലും റമദാനിന്റെ ആദ്യ രാത്രി വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഒരിക്കലും റമദാനിന്റെ ആദ്യ രാത്രി ഒരിക്കലും അവഗണിക്കാൻ വേണ്ടി പറ്റില്ല. ഒരു രാത്രിയും അവഗണിക്കാൻ പറ്റില്ല, എങ്കിലും റമദാനിന്റെ ആദ്യ രാത്രി നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കണം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ ഷഹ്രി റമദാൻ, റമദാനിന്റെ ആദ്യ രാത്രി ആയിക്കഴിഞ്ഞാൽ നദറല്ലാഹു ഇലാ ഖൽഖി, അള്ളാഹു അവന്റെ സൃഷ്ടികളിലേക്ക് നോക്കും. അള്ളാഹു അവന്റെ സൃഷ്ടികളെ വീക്ഷിച്ചു കൊണ്ടിരിക്കും. എന്നിട്ട് വൈദാ നദറ, മുത്തനബി പറയാണ്, വൈദാ നദറ ഇലാ അബ്ദിൻ, അള്ളാഹ് എങ്ങാനും ഒരു അടിമയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, അള്ളാഹു ഒരാളെ വീക്ഷിക്കുകയാണെങ്കിൽ ലം യുഅദ്ദിബ്ഹു അബദ, അള്ളാഹു അയാളെ ഒരിക്കലും പിന്നീട് ശിക്ഷിക്കില്ല എന്ന്. അപ്പൊ റമദാനിൽ റമദാന്റെ ആദ്യ രാത്രിയിൽ അള്ളാഹു നമ്മെ നോക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ ഒരു രാത്രിയെ കൃത്യമായി ഉപയോഗപ്പെടുത്തണം. അള്ളാഹുവിന് വേണ്ടി കൃത്യമായ ആരാധനകൾ കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ മനസ്സ് അള്ളാഹുവിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നമ്മിലേക്ക് നോക്കുമെന്നുള്ളതാണ്. അള്ളാഹു നമുക്കതിനുള്ള ഭാഗ്യം നൽകട്ടെ. അള്ളാഹു നമ്മെ നോക്കുന്നവരിൽ, അള്ളാഹു നമ്മുടെ സംരക്ഷണം ഏറ്റെടുക്കുന്നവരിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തട്ടെ. റമദാൻ വലിയൊരു ഭാഗ്യമാണ്. ഓരോ മനുഷ്യനും അള്ളാഹു ജീവിതത്തിൽ നന്നാവാൻ കുറേ അവസരങ്ങൾ നൽകുമെന്നുള്ളതാണ്. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഓരോരോ അവസരങ്ങൾ അള്ളാഹു നൽകും. എന്നാൽ എല്ലാവർക്കും പൊതുവായി നൽകുന്ന ഒരു അവസരമാണ് വിശുദ്ധ റമദാൻ എന്ന് പറയുന്നത്. റമദാൻ ഒരാൾക്ക് ലഭിച്ചു, എന്നിട്ട് അയാൾക്ക് പാപം പൊറുപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അയാളുടെ മേൽ അള്ളാഹുവിൻ്റെ ശാപമുണ്ടാകട്ടെ എന്ന്
ജിബിരിയിൽ ദുആ ചെയ്തപ്പോൾ ഞാൻ ആമീൻ പറഞ്ഞു സ്വഹാബത്തെ എന്ന് മുത്തുനബി പറഞ്ഞതിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലേ? മദീന പള്ളിയിലെ മിമ്പറിലേക്ക് മുത്തുനബി കയറിയുന്ന സമയത്ത് 3 ആമീൻ പറഞ്ഞു. അപ്രതീക്ഷിതമായൊരു, സാധാരണ ചെയ്യാറില്ലാത്തൊരു ആമീൻ. സ്വഹാബത്ത് അതേക്കുറിച്ച് ചോദിച്ചു. മുത്തുനബി പറഞ്ഞത്, ജിബിരിയിൽ വന്നിട്ട് എന്നോട് ദുആ ചെയ്തു, 3 കാര്യങ്ങളെക്കുറിച്ച് ദുആ ചെയ്തു. അതിൽപ്പെട്ട ഒന്നാണ് ഒരാൾക്ക് റമദാൻ സമാഗതമായി, റമദാനിനെ സ്വീകരിക്കാനുള്ള ഭാഗ്യം ഒരാൾക്കുണ്ടായി. പക്ഷേ റമദാൻ വിട്ടു പോകുന്നതിന് മുമ്പ് പാപമൊന്നും പൊറുപ്പിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല എങ്കിൽ അയാൾക്ക് അള്ളാഹുവിൻ്റെ ശാപം ഉണ്ടാവട്ടെ എന്നാണ് ജിബിരിയിൽ ദുആ ചെയ്തത്. അതിന് ഞാനാണ് ആമീൻ പറഞ്ഞത്. മദീന പള്ളിയിൽ വെച്ചാണ്, സ്വഹാബത്തിൻ്റെ മുന്നിൽ വെച്ചാണ്. പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. റമദാൻ എന്ന് വെച്ചാൽ എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കാൻ സാധ്യതയുള്ളൊരു മാസമാണ് എന്നുള്ളതാണ്. അള്ളാഹുവിനോട് നമ്മൾ ആത്മാർത്ഥമായി തൗബ ചെയ്താൽ, പാപമോചനം തേടിയാൽ അള്ളാഹു പുറത്ത് തരുമെന്നുകൂടി ആ ഹദീസിന് അർത്ഥമുണ്ട്. പൊറുപ്പിക്കാൻ കഴിയാത്തവർക്ക് അള്ളാഹിൻ്റെ ശാപം ഉണ്ടാവട്ടെ എന്ന് വെച്ചാൽ പൊറുപ്പിക്കാൻ അതിൽ കഴിയുമെന്നുള്ളതല്ലേ? അപ്പോൾ പൊറുപ്പിക്കാൻ അതിൽ കഴിയും. എന്നിട്ടും അള്ളാഹുവിൻ്റെ റഹ്മത്തും മഗ്ഫിറത്തൊക്കെ ഇങ്ങനെ പെയ്തിറങ്ങുന്ന ദിനരാത്രങ്ങൾ അവഗണിക്കുന്നവർക്ക്, അതിനെ വേണ്ടതുപോലെ പരിഗണിക്കാത്തവർക്ക് ശാപമുണ്ടാവട്ടെ എന്നാണല്ലോ അതിനർത്ഥം. അപ്പോൾ റമദാൻ വളരെ മഹത്വമുള്ളതാണ്, ശ്രേഷ്ഠതയുള്ളതാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ വൃത്തിയായി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് റമദാൻ കൊണ്ട് നമുക്ക് വിജയിക്കാൻ കഴിയും. അപ്പം നമുക്ക് നേരാവാൻ കഴിയും. റമദാൻ അള്ളാഹു നമുക്കൊക്കെ നേരാവുന്നതിന് വേണ്ടി നൽകിയിട്ടുള്ള വളരെ പവിത്രമായ മാസമാണ്. അള്ളാഹു നമുക്കൊക്കെ നല്ലതിന് തൗഫീക്ക് നൽകട്ടെ. ഇതല്ലല്ലോ നമ്മുടെ ജീവിതം. ഇത് അവസാനിക്കേണ്ടുന്നൊരു ജീവിതമല്ലേ? ഇപ്പോഴല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ, ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരണപ്പെടും. മരണപ്പെട്ടതിന് ശേഷമാണ് യഥാർത്ഥത്തിലുള്ള ജീവിതമെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അങ്ങനെയുള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം ആ മരണാനന്തര ജീവിതത്തിന് വേണ്ടി സമ്പാദിക്കലാണല്ലോ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇവിടെ വലിയൊരു വീടുണ്ടാക്കലല്ല, ഇവിടെ അടിച്ചുപൊളിച്ച് ജീവിക്കലല്ല. അതിന് നമുക്ക് കഴിയൂല. ഇവിടെ അടിച്ചുപൊളിച്ച് എത്ര കാലം നമുക്ക് ജീവിക്കാൻ കഴിയും? ശാശ്വതമായി ജീവിക്കാൻ ഒരാൾക്കും കഴിയില്ലല്ലോ. എന്തായാലും നമ്മൾ മരിക്കും, എന്തായാലും നമ്മൾ ഖബറിലെത്തും, എന്തായാലും നമ്മൾ മഹ്ശറിലെത്തും. ഒന്നുകിൽ സ്വർഗത്തിലെത്തും, അല്ലെങ്കിൽ നരകത്തിലെത്തും. അള്ളാഹു നമുക്ക് സ്വർഗം നൽകട്ടെ. ഏതായാലും അവിടെ നമുക്ക് സ്വർഗം കിട്ടണം, അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കണം. അതാണല്ലോ നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അതിനു വേണ്ടി അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ആഖിറ വിജയത്തിന് വേണ്ടി അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള വളരെ മഹത്തായൊരു മാസമാണ് വിശുദ്ധ റമദാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വിശുദ്ധ റമദാനിൽ നന്മകൾ കൊണ്ട് ആ മാസത്തെ അലങ്കരിക്കാൻ നമുക്ക് കഴിയണം. ആ മാസത്തെ വേണ്ടതുപോലെ പരിഗണിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെയെങ്കിൽ നമുക്ക് വിജയിക്കാൻ വേണ്ടി കഴിയും. എപ്പോഴും മനസ്സിലൊരു ആത്മീയ ചിന്തയുണ്ടെങ്കിൽ നമുക്ക് ദുനിയാവിലെ വിഷയങ്ങളൊന്നും ഒന്നും ആയി തോന്നില്ല എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ തൃപ്തി, ഈ ഒരു ചിന്തയാണ് നമ്മുടെ മനസ്സിലുള്ളത് എങ്കിൽ ദുനിയാവിൽ നമുക്കിനി എന്തില്ലെങ്കിലും നമുക്കൊരു പ്രശ്നമായി തോന്നില്ല. നമ്മെ അള്ളാഹു ഏതെങ്കിലും നിലക്ക് പരീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും ഒരു വിഷമമായി നമുക്ക് തോന്നില്ല. ദുനിയാവിലെ ചെറിയ ചെറിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊന്നും നമുക്ക് വലിയ പ്രശ്നമായി തോന്നില്ല. അപ്പോൾ അള്ളാഹു എന്നുള്ള ആ ഒരു ചിന്ത, ആ ഒരു ബോധം, അത് നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി കഴിയണം. അള്ളാഹുവിൻ്റെ തൃപ്തി നമുക്ക് കരസ്ഥമാക്കാൻ വേണ്ടി കഴിയണം. അതിനൊക്കെ അള്ളാഹു നമുക്ക് അറിഞ്ഞു നൽകിയ, നമുക്ക് സമ്മാനമായി നൽകിയ മഹത്തായ മാസമാണ് റമദാൻ മാസം. നമ്മിലേക്ക് കടന്നു വരുന്ന മാസം. നമ്മൾ 2 മാസക്കാലമായി ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു, ബല്ലിഗ്നാ റമദാൻ, റമദാനിലേക്ക് എത്തിക്കണേ എന്ന്. ഏതായാലും റമദാനിൻ്റെ പടിവാതിൽക്കൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. റമദാൻ നമ്മുടെ അടുക്കൽ എത്തി നിൽക്കുകയാണ്. അള്ളാഹു റമദാനിനെ സ്വീകരിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ദുആകളിലേക്ക് ഉൾപ്പെടുത്തണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.